പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ പാടിയതില്ലല്ലോ. ആലപിച്ച ഗാനങ്ങളിലൂടെ കേരള ജനതയുടെ ഹൃദയത്തിൽ കുടിയേറിയ മഹാഗായകനായിരുന്നു കോഴിക്കോട് അബ്ദുൽ ഖാദർ. മലയാള ഗാനവേദിയിലെ ആദ്യത്തെ പുരുഷ ശബ്ദമെന്ന് സംഗീത സംവിധായകൻ MB ശ്രീനിവാസൻ വിശേഷിപ്പിച്ച അബ്ദുൽ ഖാദർ തമിഴ് ചുവയുള്ള പുരുഷ ശബ്ദങ്ങൾ മലയാള സംഗീതരംഗം അടക്കിവാണിരുന്ന കാലത്ത് തനത് ശൈലി കൊണ്ട് മലയാളികളുടെ പ്രിയങ്കരനായി മാറി. പൂച്ചെടി പൂവിൻ്റെ മുട്ട് പറിച്ച് കാതില് കമ്മലിട്ട് ഉച്ചവേലിൽ സാക്ഷിയായി കഴിഞ്ഞ കാനോത്ത്. കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു മകൾ സുരയ്യ സമദ്. കോഴിക്കോട് ആദ്യമായിട്ട് ഒരു വാച്ച് കമ്പനി തുടങ്ങുന്നത് ജെസ് ആൻഡ്രൂസ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മകനായി ജനിച്ച ലെസ്ലി ആൻഡ്രൂസ് എങ്ങനെയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട കോഴിക്കോട് അബ്ദുൽ ഖാദറായി മാറുന്നത്? അത് അദ്ദേഹം ചെറുപ്പത്തിലെ ക്രിസ്ത്യൻ പള്ളികളിൽ പപ്പ വയലിൻ വായിക്കും, മകൻ പാട്ട് പാടും, കൊയറിൽ അങ്ങനെയായിരുന്നു. പിന്നീട് വളരും തോറും പാട്ടിനോടുള്ള കമ്പം കൂടി. അങ്ങനെ പിന്നെ മാപ്പിള കുട്ടികളോട് കൂടുതൽ അടുപ്പമായി. അവരാണ് കൂടുതൽ അന്ന് അവിടെ ക്ലബ്ബുകളും മറ്റും നടത്തിയിട്ടുണ്ടായത്. കച്ചേരികളിലും അതിലൊക്കെ പങ്കെടുക്കാനായി പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു കമ്പാണ് മുസ്ലിമിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അങ്ങനെ വളരെ കാലം അവിടെ നിന്ന് അതിൻ്റെ ശേഷം ഒരു ബർമയിലേക്ക് പോയി. മൂത്ത ഭർത്താവും പെങ്ങളും ബർമയിലായിരുന്നു. അങ്ങനെ അവരെല്ലാം കൂടി ലെസ്ലീനെ ബർമയിലേക്ക് കൊണ്ടുപോയി അവിടെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങാം എന്നുള്ളൊരു ചിന്തയിൽ പോയി. പക്ഷേ അവിടെ കുറച്ച് കാലം നിന്ന് അതിൻ്റെ ശേഷം ഇങ്ങോട്ടേക്ക് തന്നെ മടങ്ങി. ബർമയിലേക്ക് പോകുന്നത് പഠനത്തിന് ശേഷമായിരുന്നു. ക്രിസ്ത്യൻ കോളേജിൽ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 19 വയസ്സിലൊക്കെ ആയിരിക്കും അങ്ങനെ പോയിട്ടുണ്ടാവുക. അങ്ങനെ അവിടെ 2 വർഷം നിന്ന് പിന്നെ അവിടെ കൂടുതൽ സെറ്റ് ആളുകളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ മൂപ്പര് ഇങ്ങോട്ടേക്ക് തന്നെ മടങ്ങി. അന്ന് എവിടെയായിരുന്നു താമസം ചെറുപ്പത്തിലൊക്കെ? ചെറുപ്പത്തിൽ അവര് കോർണേഷൻ തിയേറ്ററിന്റെ അടുത്തായിരുന്നു അവരെ വീട്. പപ്പ ഗ്രാൻഡ് ഫാദർ. അപ്പൊ അവരെ മമ്മി നേരത്തെ മരിച്ചു പോയതാ. ഇവര് 6 മക്കളാണ് ഉള്ളത്. മമ്മി മരിച്ചതിന് ശേഷം പപ്പ തന്നെയാണ് കുട്ടികളെ നോക്കണത്. അങ്ങനെ ഇവര് വളർന്നത്. മക്കൾ വലുതായി പുറത്തോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പപ്പൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത വിധത്തിലായപ്പോൾ അവർ അങ്ങനെയാണ് ബർമയിലേക്കൊക്കെ പറഞ്ഞയച്ചത്. അപ്പോൾ ഇവർ തൊട്ടടുത്ത പോലീസ് ലൈന് കോർണേഷൻ തിയേറ്ററിൻ്റെ അടുത്തുള്ള ക്വാർട്ടേഴ്സിൽ, അന്ന് ക്വാർട്ടേഴ്സല്ല നമ്മൾ എന്നൊക്കെ പ്രസവിച്ച അവിടെ വെച്ചിട്ട്, അങ്ങനെ ആ മതിലെടുത്ത് ചാടി കുട്ടികൾ ഇങ്ങോട്ട് വരൂ. അവിടെ പ്രാവ് ഉണ്ടാവും. പ്രാവിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ മക്കൾ ഇവിടെ പ്രാവിനെ നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കും. ഇവിടെ കളിച്ചും ചിരിച്ചും ഇവിടെ ഇങ്ങനെ. അങ്ങനെ കുഞ്ഞഹമ്മദ് കോൺസ്റ്റബിൾ ഓരാണ് ഈ ഡാഡനെയും ബാബുരാജിനെയും KT മുഹമ്മദിനെയും എല്ലാ കലാകാരന്മാരെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന്. അവർ കല്യാണം കഴിച്ചിട്ടില്ല. ഈ ബാബുരാജിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിട്ട് അദ്ദേഹത്തെ പറയാം. അതെ, അദ്ദേഹം അതിന്റെ മാമനാണ്, അമ്മന്റെ ജ്യേഷ്ഠനാണ്. അവരൊരു റൂമുണ്ട് ക്വാർട്ടേഴ്സ്. ഈ ചെറുപ്പക്കാരൊക്കെ ഒത്തുകൂടുന്നത് അവിടെയാണ്. KT മുഹമ്മദും പിന്നെ ബാബുരാജനെ വഴിയിൽ നിന്ന് കണ്ട് കിട്ടിയിട്ട് മൂപ്പരും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വളർത്തി. അക്കമ്മൻ്റെ വീട്ടിൽ തന്നെയാണ് അന്ന് ഇവരൊക്കെ. ഡാഡയും അവിടെ എത്തി. ഡാഡ എന്നാണ് വിളിച്ചത്. അപ്പം അങ്ങനെ വരെ അവിടെ പാട്ടും കലകളും സാഹിത്യം എഴുത്തും എല്ലാം കൂടിയായി അവിടെ കൂടും. അങ്ങനെയാണ് അവിടെ നിന്നാണ് ഈ വളർച്ച. പ്രദേശ് മ്യൂസിക് ക്ലബ്ബ്, അങ്ങനെ പല ക്ലബ്ബുകളിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ ഇവരെല്ലാം എത്തിപ്പെട്ടത്. ഇവർക്ക് 2 പെങ്ങന്മാരുണ്ട്. പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ ഇഷ്ടപ്പെട്ട് പ്രേമിച്ചിട്ടൊന്നുമല്ല. ഈ കുഞ്ഞാമത് എന്ന് പറഞ്ഞ ആ വ്യക്തിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് ആ 2 പെങ്ങന്മാർ ഇവർ രണ്ടാളും കല്യാണം കഴിക്കാൻ. ഒരാൾ ആച്ചുമ്മന്റെ ഉമ്മ, കോഴിക്കോട് അബ്ദുൽ ഖാദറും മറ്റേ സഹോദരി നബീസ, ഓരോ ബാബുരാജു. ഡാഡിന്റെ കല്യാണം കഴിഞ്ഞ് ഇന്ന പ്രസവിച്ച ശേഷമാണ് ബാബുരാജ് മറ്റൊരു കെട്ടണത്, കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം. അങ്ങനെയാണ് ആ കൂട്ടുകെട്ട്. പിന്നീട് പൂർണ്ണമായിട്ടൊരു സംഗീത രംഗത്തേക്ക് അദ്ദേഹം വരുന്നത് എപ്പോഴാണ്? ബോംബെയിലൊക്കെ പോയി ഗസലും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ വെച്ച് അവിടുന്ന് നൗഷാദ് മ്യൂസിക് ഡയറക്ടർമാരൊക്കെ ഇരിക്കെ ഒരു വലിയ സദസ്സിൽ നാടക്ക് പാടാനിടയായി. അപ്പോൾ സൈക്കിളിൻ്റെ പല പാട്ടുകളും അവിടുന്ന് പാടി. അപ്പോൾ പിറ്റേന്ന് പേപ്പറിൽ വന്ന് കോഴിക്കോട് അബ്ദുൽ ഖാദർ കേരള സൈക്കിളാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പ്രശസ്തിയൊക്കെ കിട്ടി.
ഹിന്ദി സിനിമയിലേക്ക് പോയിട്ട് പിന്നെ ഹിന്ദി സിനിമയിലൊക്കെ അതിൻ്റെ ശേഷം ഇവിടുന്ന് അവർ പരിപാടി ഇട്ട് നൗഷാദ് R.D. ബർമൻ എല്ലാവരും കൂടെ പറഞ്ഞ് ഹിന്ദി സിനിമയിൽ അന്ന് അഭിനയിച്ച് പാടില്ലേ. അതെ അതെ. അപ്പം അതിനുള്ള ചാൻസ് ഉണ്ട്. നല്ല സുന്ദരനുമാണ്, നല്ല ഹൈറ്റും നല്ല ഒത്ത ശരീരവും, സിനിമയിൽ പാടും ചെയ്യാം അഭിനയിക്കും ചെയ്യാന്നുള്ള ഒരു ഇതായിരുന്നു. അന്ന് നാടിൻ്റെ മൂത്ത മകന് ഇവിടെ മരിച്ചുപോയി, ചെറിയ കുട്ടിയാകുമ്പോൾ 2-2.5 വയസ്സിൽ. അപ്പം അത് കേട്ടപ്പോൾ ആ പോയ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോന്നു ബോംബെന്ന്. അപ്പോൾ അവസരം നഷ്ടപ്പെട്ട് പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഇവിടെ തന്നെ ഓരോരോ കുറേ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ നാടകത്തിൽ പാട്ട് പാടുക, ബാബുരാജ് ട്യൂൺ ചെയ്യുക. എൻ്റെ ഭർത്താവിൻ്റെ ആപ്പ PM കാസിം എഴുത്തുകാരനാണ്. അന്ന് നമ്മളെ വീട്ടിലെല്ലാവരും വരും. അന്ന് അങ്ങനെയല്ലേ ഒത്തുകൂടണുള്ളൂ. എല്ലാ ആൾക്കാർക്കും ടൗണിൽ എന്നാൽ വേഗം വരാനും എളുപ്പമാണ്. അവിടെ വന്നിരുന്ന് ഇങ്ങനെ കട്ടൻ ചായയും കുടിച്ച് കുറേ സമയം എല്ലാവരും സംസാരിച്ചൊക്കെ ഇരിക്കും പോകും. പിന്നെ ബാബുരാജ് നമ്മളെ കുടുംബത്തിലുള്ള ആൾ തന്നെയാണല്ലോ, അതും അടുപ്പം തന്നെയാണ്. നാടെ എവിടെ പോവുകയാണെങ്കിലും പെട്ടി വായിക്കാൻ ബാബു വേണമെന്നാ പറയാ. ഹാർമോണിയം ആൾക്കാർ പരിപാടി വിളിച്ചാൽ പറയേ ബാബു ഇല്ലെങ്കിൽ പാടാൻ പറ്റൂല, പെട്ടി വായിക്കാൻ ബാബു വേണം. ഇവരൊക്കെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, തബ്ലിസ്റ്റ് ഉസ്മാൻ. അവരൊക്കെയാണ് ഞങ്ങളെ വീട്ടിൽ തന്നെ പരിപാടി. കുറേ സ്നേഹിതന്മാരുണ്ട്. എവിടെ കണ്ടോരെ പിന്നെ അതൊരു ഭയങ്കര കഴിവാണ്. എല്ലാവരോടും ഭയങ്കര അടുപ്പമാണ്. അന്നൊക്കെ സിനിമയിലെത്തിയിട്ടുണ്ടോ? എനിക്കൊരു 4 വയസ്സായ നീലക്കോയിൽ വന്നത്. അതിന്റെ മുന്നേ നവലോകം, മിന്നാമിനുങ്ങ് അതിലൊക്കെ പാടിയിട്ടുണ്ട്. നല്ല പാട്ടുകൾ. നവലോകം ദക്ഷിണാമൂർത്തി സ്വാമി, ബാബുരാജ്. പിന്നെ നീലക്കുയില് രാഘവ മാഷ്, P. ഭാസ്കരൻ സാർ എഴുതിയാണ്. അതിൽ പാടിയതാണ് എങ്ങനെ നീ മറക്കും കോയില്. അതോടുകൂടിയാണ് ഭയങ്കര ഫേമസ് ആയത്. അന്നൊക്കെ ഒരു പാട്ട് കേൾക്കാൻ എവിടെ ഇല്ലല്ലോ, വീടുകളിൽ ഇത്ര സൗകര്യമൊന്നും ഇല്ലല്ലോ, റെക്കോർഡാണ്. അപ്പോൾ ഈ ഗ്രാമഫോൺ വെച്ചാൽ കടൽ പോലെ ആൾ കൂടും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഈ കല്യാണ പരിപാടികൾക്കൊക്കെ ഒരുപാട് പോകുമായിരുന്നു. അന്ന് ശനിയാഴ്ചകളിലൊക്കെ എല്ലാവർക്കും കല്യാണ പരിപാടി അതിനൊക്കെ പോവുമായിരുന്നു. ബാബുരാജും ആടയും ഉസ്മാനും എല്ലാവരും പോവുമായിരുന്നു. പിന്നെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നല്ലോ ഈ വലിയങ്ങാടിയിലൊക്കെ, വലിയ വലിയ ക്ലബ്ബുകൾ. എല്ലാവരും പാട്ടിൻ്റെ സ്വന്തം ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കൊരു ശനിയാഴ്ചകളിലൊക്കെ ഒരു ആരാക്കാൻ ഒരു പരിപാടിയൊക്കെ വെക്കും. എപ്പം നോക്കിയാലും എല്ലാം മലപ്പുറത്തും ഓരോ പരിപാടികളുണ്ടാവും. കുട്ടികളോടൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര സ്നേഹമാണ്. 10 മക്കളുണ്ടായിരുന്നു. 4 ആദ്യമേ മരിച്ചുപോയി. 2-2.5 വയസ്സിലൊക്കെ കുട്ടികൾ മരിക്കുക. പിന്നെ 4ാമത്തതായിട്ടാണ് നജ്മൽ ബാബു, പിന്നെ 5ാമത് ഞാൻ. ഇപ്പം എല്ലാവരും മരിച്ചു. ഇനി ഞങ്ങൾ 4 പേരുണ്ട് പെൺകുട്ടികൾ. ഭയങ്കര സ്നേഹം. വീട്ടിലായാലും പുറത്തായാലും കുട്ടികളോടൊക്കെ ഭയങ്കര കാര്യം. പാട്ടൊക്കെ പാടി തരുമോ? പാട്ട് പാടി തരും. എല്ലാ പാട്ടുകളും. തളിരിട്ട കിനാക്കൾ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യകാന്തി അത്. പിന്നെ യേശുദാസിന്റെ, ജയചന്ദ്രന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ തന്നതായിരുന്നു ഇങ്ങനെ പാടിത്തരും. സിനിമക്ക് കൊണ്ടുപോയിരുന്നോ? ഇല്ല, ഞാനും ബാബും കൂടി ഓടും. ഞങ്ങൾ റെയിലങ്ങോട്ട് കടന്ന ക്രൗൺ തിയേറ്ററായി. എല്ലാ ഹിന്ദി സിനിമയും പാട്ടുകളും ഒക്കെ നമ്മൾ അവിടെ പോയിരുന്നു കേൾക്കും. അതിനൊന്നും എതിരില്ല. കളവ് പറയരുത്, എന്ത് നിങ്ങൾ ചെയ്തോളി, അത് സത്യം പറയണം, സത്യം പോലെ. കളവ് പറയരുത്, അതേ ഉള്ളൂ. ക്രൗൺ തിയേറ്ററിൽ ഇംഗ്ലീഷ് സിനിമ ചെറുപ്പം മുതലൊക്കെ പോയി കണ്ടോളി. വേറെ ഞങ്ങളധികം കുരുത്തക്കെട്ടുള്ള മക്കളും അല്ല, എല്ലാവരും ശാന്തമായി അവിടെ ഇരിക്കും. കേരളത്തിന് പുറത്തുള്ള ഈ പ്രത്യേകിച്ച് ഹിന്ദിയിലൊക്കെ ഉള്ള ഗായകരുമായിട്ട് അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നോ? ഹേമന്ത് കുമാർ, തലത്ത് മുഹമ്മദ്, റാഫി, അങ്ങനൊക്കെ എല്ലാവരോടും കുറച്ച് അടുപ്പുണ്ടായിരുന്നു. എല്ലാവരും കത്തയക്കും, അങ്ങോട്ട് വായിക്കും, വിവരങ്ങൾ അന്വേഷിക്കും. നേരത്തെ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രാവ് വളർത്തലിനെ കുറിച്ച് പറഞ്ഞു. വീട്ടിലുണ്ടായിരുന്നു. മരിച്ചതിന്റെ ശേഷം പ്രാവിനെ ഒഴിവാക്കി. അതുവരെ പ്രാവിന്റെ കൂട് 2 വലിയ കൂടുണ്ടായിരുന്നു. വൈകുന്നേരം ആയാലും പ്രാവിന് നെല്ല്, കടല, അത് ഇതൊക്കെ ഇട്ട് കൊടുക്കുക, വെള്ളം കുടിപ്പിക്കുക. ചെറിയ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ വായിൽ വെള്ളമാക്കി അതിന്റെ വായിലേക്ക് ഊതി കൊടുക്കുക. അതൊക്കെ വലിയ കാര്യമാണ്. പ്രാവിനെ ഒഴിവാക്കൂല എന്തായാലും. മരിച്ചതിന്റെ ശേഷം പിന്നെ നോക്കാൻ ആളില്ല. ബാബു ഗൾഫിലേക്കും പോയി. ബാബു പറയണേ പിന്നെ അങ്ങനെ ആർക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഒഴിവാക്കിയത്. സംഗീതവും പ്രാവ് വളർത്തലും അല്ലാതെ മറ്റു താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്രിക്കറ്റ് ഇഷ്ടമാണ്, കളിക്കലുണ്ട്. മാനാഞ്ചറിന്റെ മൈതാനത്ത് സായിപ്പ്മാരെ കളിച്ചു. കോൺട്രസ്റ്റിൽ അന്ന് സായിപ്പ്മാരുണ്ട്. അപ്പോൾ അവർ വിളിക്കും. അപ്പോൾ അവരെ കൂടെ പോയി ക്രിക്കറ്റ് അങ്ങനെ പഠിച്ചേക്കുന്നത്. അണ്ണാമലയിലൊക്കെ ടീമിൻ്റെ കൂട്ടത്തിലൊക്കെ പോയിക്കണം ക്രിക്കറ്റ് കളിക്കും. മരിക്കണമെന്ന് വരെ ക്രിക്കറ്റ് കേട്ടാണ്. അന്ന് റേഡിയോയിലല്ലേ കേൾക്കല്. പിന്നെ അദ്ദേഹം ശാന്താദേവിയെ, കോഴിക്കോട് ശാന്താദേവിയെ വിവാഹം കഴിച്ചു. അപ്പോൾ അതൊക്കെ കുടുംബത്തിൽ അംഗീകരിച്ചിരുന്നോ? വിവാഹം കഴിച്ചിട്ടില്ല. ഇവരെ തൊട്ട വീട്ടുകാരായിരുന്നു അവർ. അപ്പോൾ അവർ ചെറുപ്പത്തിൽ, ശാന്താദേവി ചെറിയ കുട്ടിയാണ്, നാടകം കുറച്ച് 10-14 വയസ്സായ.
ശാന്താദേവിൻ്റെ അമ്മയാണ് ഇവരെ സഹായിക്കല്. ഇവരെ വീട്ടിൽ വന്നിട്ട് ഇവർക്ക് അമ്മയില്ലാത്ത മക്കളല്ലേ. അപ്പോൾ പപ്പ വീട് പൂട്ടി പോകുമ്പോഴൊക്കെ ശാന്താദേവിൻ്റെ അമ്മൻ്റെ കയ്യിലാണ് താക്കോലൊക്കെ കൊടുക്കുക. പറയും കുട്ടികൾ വരുമ്പോൾ വീട് തുറന്നു കൊടുക്കണം. അങ്ങനെയുള്ളൊരു സ്നേഹബന്ധം ഒരു ചെറുപ്പത്തിലേ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഡാഡ് അങ്ങോട്ടും പോയി ശാന്താദേവിനെ കല്യാണം കഴിച്ച് വേറെ ആൾ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ കുറേ കൊല്ലം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴാണ് പിന്നെ ശാന്താദേവിനെ അവർ കണ്ടുമുട്ടണത്. അത് ശാന്താദേവി ഭർത്താവ് ഉപേക്ഷിച്ച് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വന്ന് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു ദിവസം റോട്ടിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെ ലെസ്ലി ഒരു ചെറുപ്പത്തിൽ വിളിക്കണ പേര് ലെസ്ലി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശാന്താദേവി ഒരു കുട്ടീനെയും കൊണ്ട് ഒരു ആവശ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോഴെന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഒരു പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭർത്താവ് ഉപേക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെയൊക്കെ അതൊരു ഫീലായി. ചെറുപ്പത്തിലെ അറിയുന്ന ആളല്ലേ. അപ്പം നിങ്ങളെന്തെങ്കിലും ചെയ്യണം. അന്ന് ഡാഡ വലിയ നിലയിലല്ലേ. ഡാഡ പറഞ്ഞു നോക്കട്ടെ ഞാൻ എന്താ പറ്റുക, എങ്ങനെ അഭിനയിക്കാൻ അറിയുമെന്ന്. അപ്പോൾ പറഞ്ഞു ഞാൻ അഭിനയിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് വാസുപ്രദീപിൻ്റെ അവിടേക്ക് വന്ന് അവിടുന്ന് ഇവർ സംസാരിച്ച് അഭിനയിക്കാൻ പറഞ്ഞു വാസേട്ടൻ. അപ്പോൾ അഭിനയിച്ചപ്പോൾ നല്ല കഴിവുണ്ട്. അപ്പോൾ ആള് പറഞ്ഞ് എനിക്കെപ്പോഴും പൈസ തന്ന് സഹായിക്കാനോ ഒന്നിനും കഴിയൂല, അതുകൊണ്ട് നീ നാടകത്തിൽ അഭിനയിച്ചോ നിൻ്റെ ജീവിതം ഒരു വരുമാനമാകില്ല, ഒരു കുട്ടിയുണ്ടല്ലോ, അങ്ങനെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ വന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അടുപ്പായി. അതിൽ പിന്നെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അവർ അവിടെയും ജീവിക്കും അങ്ങോട്ടും അങ്ങനെയുള്ള ഒരു ബന്ധമാണത്. അതിലാണ് പിന്നെ സത്യജിത്ത് ഉണ്ടായത്. അവൻ നമ്മളെ മക്കളുമായി തന്നെ നമ്മളെ എല്ലാത്തിനും അമ്മൻ്റെ മരണം വരെ അവനുണ്ടായിനടുത്ത് എല്ലാ കാര്യങ്ങളും. സിനിമയിൽ അവസാനമായപ്പോഴൊക്കെ കുറച്ച് അവസരങ്ങൾ കുറഞ്ഞിരുന്നു. കുറേ ആയി. നീലക്കുയിൽ കഴിഞ്ഞതിൻ്റെ ശേഷം അധികമൊന്നും അവസരം കിട്ടിയില്ല. പാടാൻ പറ്റിയ പാട്ടുകൾ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ പിന്നെ ഒരു ചാൻസ് കിട്ടിയില്ല. ലാസ്റ്റ് മാണിക്യക്കൊട്ടാരം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു പാട്ട് എടുത്ത് അപ്പോഴേക്കും കുറച്ച് അവശനായിക്കുന്നു. വരുമാനം കുറയുമ്പോൾ മാനസികമായിട്ട് ആളുകൾ തകരുമല്ലോ. കുറേ കുറേ ആൾക്കാർ ഭയങ്കര സഹായങ്ങൾ സ്നേഹിതന്മാരൊക്കെ ചെയ്താണ്. എല്ലാവർക്കും കാതർക്കാന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കാര്യമാണ്. ചിലര് വളരെയധികം സന്തോഷം കാണിക്കും, സങ്കടം കാണിക്കും, ചിലരത് തീരെ കാണിക്കില്ല. ഇതിൽ ഏത് പ്രകൃതമായിരുന്നു കൂടുതലും? അത് തീരെ കാണിക്കൂല, ഒറ്റക്ക് സഹിക്കുക, ഒന്നിലൊന്നും പുറത്തേക്ക് പറയില്ല. അങ്ങനെ വെറുതെ സംസാരിക്കണ ഒരാളല്ല. കാര്യങ്ങൾ കുറച്ച് പറയും, ഒരു ചിരിയിലൊതുക്കും, അത്രേ ഉള്ളൂ. ഇപ്പം മരിച്ചിട്ട് 44 വർഷമായി. എന്നാലും എന്നും നാടാന്ന് നമ്മൾ ആദ്യം പറയാം, അമ്മനെ പിന്നെ വിളിക്കുള്ളൂ എല്ലാ കാര്യത്തിനും. എല്ലാ മക്കളും വേനൽക്കാലത്തൊക്കെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഒരു വിശറി എടുത്തിട്ട്, അന്ന് ഫാനില്ല കറണ്ടില്ല, നിന്നിങ്ങനെ വീശി തരും. എത്ര നേരവും വീശി തരികയാണ് മക്കൾ കാറ്റുകൊണ്ട് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട്. അത്രേ സ്നേഹമാണ് മക്കളോട്. വിട പറഞ്ഞ് 4 പതിറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടും ഒരിക്കലും മറക്കാനാവാത്ത മധുര സ്മരണയായി അബ്ദുൽ ഖാദർ മലയാള സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ ഇന്നും കുടികൊള്ളുന്നു. കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ സുരയ്യ സമർ. പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.